ഞാൻ ഫാദർ ബിവിൻ കളമ്പാടൻ, ഇരിഞ്ഞാലക്കുട രൂപതാംഗമാണ്. 14 വർഷമായിട്ട് അച്ഛനായിട്ട് സേവനം ചെയ്യുന്നു. ഇവിടെ റോമിൽ വന്നിട്ട്, ഇറ്റലിയിൽ വന്നിട്ട് 4.5 വർഷമായി. മൊന്തിക്കത്തീനി മുൻസുമാനോയിലുള്ള മരിയ സന്തീസിമ ദെല ഫൊന്തനോ എന്ന പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്യുന്നു. ഒപ്പം ഫ്ലോറൻസ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് പഠനം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ നിമിഷത്തിൽ ഒരുപാട് സന്തോഷത്തോടു കൂടെയാണ് വിശുദ്ധ വിർജീനിയയുടെ ഈ ഭവനത്തിൽ ഇവിടെ ആയിരിക്കുന്നത്. അഭയനാഥയുടെ സഹോദരിമാരുടെ ഈ ഭവനത്തിൽ വന്ന് ഇവിടെ ഈ വിശുദ്ധയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഈ 4 വർഷത്തിനുള്ളിൽ എനിക്ക് 4 പ്രാവശ്യത്തിലധികം അവസരം കിട്ടിയതിലോർത്ത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള, നാട്ടിൽ വെച്ച് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ളതും കഥകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതുമായ ഈ വിശുദ്ധയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സന്തോഷം, പ്രത്യേകിച്ചും ഇവിടെയുള്ള സഹോദരിമാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരുപാട് നന്മ പ്രവൃത്തികൾ അവരുടെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതെങ്ങനെയാണ് അവർ എത്രമാത്രം നന്മയോടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് ഈ വിശുദ്ധയുടെ കബറിടത്തിൽ വരുമ്പോൾ എനിക്ക് അതിന് ഉത്തരം കിട്ടുന്നുണ്ട്. ജനോവയിലെ ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച് ചെറുപ്പത്തിൽ വിധവയായി മാറി പിന്നീട് തൻ്റെ ജീവിതം കൊണ്ട് ദൈവസ്നേഹം വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമല്ല, പ്രവൃത്തികൾ കൊണ്ടും സ്നേഹം കൊണ്ടും പകരണമെന്നുള്ള ഈ വലിയ വിശുദ്ധയുടെ ജീവിതം ഇന്ന് ഈ ജനോവയിൽ ഒരുപാട് പേർക്ക് അനുഗ്രഹമായി ഈ ഭവനത്തിലെ സിസ്റ്റേഴ്സിലൂടെ മാറുമ്പോൾ ഇവരുടെ ആതുരാലയ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപന പ്രവർത്തനങ്ങളും കുട്ടികളുടെ ഇടയിലും ഇടവക തലത്തിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഇന്ന് ഈ ഇറ്റലിയിലുള്ള ജനോവയിൽ പ്രത്യേകിച്ചും ഒരുപാട് പേർക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഇറ്റലിയിലെ പല പ്രദേശങ്ങളിലും ഈ സിസ്റ്റേഴ്സിന്റെ സേവനം ഇന്നൊരു അനുഗ്രഹമായി മാറുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും തൃശ്ശൂരുള്ള നമ്മുടെ ഭവനത്തിലൂടെ ഒരുപാട് പേർക്ക് അനുഗ്രഹമായി മാറുകയാണ്. ധാരാളം ദൈവവിളികൾ സമ്പന്നമായി ഒരു കാലഘട്ടത്തിന്റെ അനുഗ്രഹമായി മാറിയ ഈ വിശുദ്ധ ഇന്നും പുതിയ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി മാറുന്ന ഒരു അനുഭവ കാഴ്ച ഈ തലത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ ലഭിച്ച അവസരങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ വിർജീനിയയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കും വളരെ പ്രത്യേകമായ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി ഈ വർഷം നമുക്ക് അപേക്ഷിക്കാം. തൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ വിശുദ്ധ പകർന്നു നൽകിയ വിശുദ്ധിയുടെ നന്മകൾ നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ മക്കൾക്ക് നന്മയുടെ വഴിത്താങ്ങായി മാറട്ടെ. നമ്മുടെ ജീവിത വഴിത്താരകളിൽ ഇന്നും നന്മയോടൊപ്പം ദൈവസ്നേഹത്തിന്റെ കതിരുകൾ നൽകുന്ന അനുഗ്രഹമായി മാറട്ടെ. ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം ഇന്ന് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം. ഓരോ ജീവിത വിശുദ്ധരും നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടുന്നു. വിശുദ്ധിയിലേക്ക് ഉള്ള പ്രയാണത്തിൽ വിശുദ്ധ വിർജീനിയോടൊപ്പം യാത്ര ചെയ്യാൻ, ഈ സഭയോടൊപ്പം യാത്ര ചെയ്യാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.